പ്രിയമുള്ളവരെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ, അതായത് ഒരു രണ്ടാംകൃതി സമവാക്യത്തിനെ സോൾവ് ചെയ്യാനുള്ള 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0 എന്നതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗം പൂർത്തിയാക്കൽ. ഇത് ചെയ്യുന്നതിനായി എക്സ് സ്ക്വയർ വരുന്ന ടേമും എക്സ് ഉള്ള ടേമും ഒരു ഭാഗത്ത് നിർത്തി കോൺസ്റ്റൻറ്റ് ടേം മാത്രം റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. ഇത് -24 ആവും. ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab എന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ബി സ്ക്വയർ കൂടി ആഡ് ചെയ്താൽ അത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറും. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് ആണ്, 2ab എന്ന് പറയുന്നത് 10x-ഉമാണ്. ഇതിൽ എ എക്സ് ആയതുകൊണ്ട് 2xb ആണ് 10x ആയതുകൊണ്ട് തന്നെ 2b 10 ആണ്. അപ്പോൾ b 10ൻ്റെ പകുതി 5 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 10xലെ ഈ 10ൻ്റെ ഹാഫാണ് ബി. ആ ബിയുടെ സ്ക്വയറാണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ മൈനസ് 10xൻ്റെ കൂടെ 10ൻ്റെ ഹാഫ് 5ൻ്റെ സ്ക്വയർ ബി സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു. അത് ബാലൻസ് ചെയ്യാൻ -24ൻ്റെ കൂടെയും ആഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ എന്നാവും. റൈറ്റ് സൈഡിൽ -24 പ്ലസ് 25. ഇത് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -24ഉം 25ഉം ആഡ് ചെയ്താൽ 25 മൈനസ് 24 1 ആവും. എക്സ് മൈനസ് 5ൻ്റെ സ്ക്വയർ 1 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 5നെ സ്ക്വയർ ചെയ്താൽ 1 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 5ൻ്റെ വാല്യൂ 1 ആവാം, -1 ആവാം. സ്ക്വയർ ചെയ്താൽ 1 കിട്ടുന്ന നമ്പർ 1 അല്ലെങ്കിൽ -1 ആണല്ലോ. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 1 + 5 6 ഓർ എക്സ് ഈക്വൽ ടു -1 + 5 4 എന്ന് കണ്ടുപിടിക്കാം. ഇത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായി മാറ്റി എഴുതി സോൾവ് ചെയ്യുന്നത്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0യിൽ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. എക്സ് പ്ലസ് എയും എക്സ് പ്ലസ് ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം അത് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ്. അതിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എ പ്ലസ് ബിയും ലാസ്റ്റ് വരുന്ന കോൺസ്റ്റൻറ്റ് ടേം എ ബിയും ആണ്. എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ -10ഉം പ്രോഡക്റ്റ് എ ബി 24ഉം ആവുന്ന നമ്പർ കണ്ടുപിടിക്കണം. ഗുണിച്ചാൽ 24 കിട്ടുന്ന നമ്പർ 1 24ഉം 2 12ഉം 3 8ഉം 4 6ഉം ആണല്ലോ. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 24 ആയതുകൊണ്ട് തീർച്ചയായും ഒന്നുകിൽ ആ 2 നമ്പറും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 2 നെഗറ്റീവ് ആയിരിക്കും. കാരണം 2 പോസിറ്റീവിൻ്റെ പ്രോഡക്റ്റും പോസിറ്റീവാണ്, 2 നെഗറ്റീവിൻ്റെ പ്രോഡക്റ്റും പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് ആണോ 2ഉം നെഗറ്റീവ് ആണോ 2ഉം എന്നറിയാൻ സമ്മിലേക്ക് നോക്കി. സമ്മ് നെഗറ്റീവാണ്. ഈ എയും ബിയും കൂടെ ആഡ് ചെയ്താൽ -10 കിട്ടും. അതിൽ നിന്ന് എന്തുറപ്പിക്കാം? 2ഉം നെഗറ്റീവാണ്. 2 നെഗറ്റീവ് നമ്പറുകൾ കൂട്ടിയാലല്ലേ നെഗറ്റീവ് കിട്ടുള്ളൂ. പോസിറ്റീവ് കൂട്ടിയാൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഗുണിച്ചാൽ 24 കിട്ടുന്ന നമ്പറാണ് ഇതെല്ലാം. ഇതിൽ ആഡ് ചെയ്താൽ -10 കിട്ടുന്നത് -4ഉം -6ഉം. ഇത് വെച്ച് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഇത് എക്സ് പ്ലസ് -4 ഇൻറ്റു എക്സ് പ്ലസ് -6 ഈക്വൽ ടു 0 എന്നാവും. ഇതിൽ നിന്ന് എക്സ് -4 ഇൻറ്റു എക്സ് -6 ഈക്വൽ ടു 0 എന്ന് എഴുതാം. നോക്കൂ, ഇവിടെ 2 ടേമുകളുടെ പ്രോഡക്റ്റ് 0 ആണ്. 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 0 എന്ന ഉത്തരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ എക്സ് -4 0 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് -6 0 ആയിരിക്കണം. കാരണം 2 നോൺ സീറോ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഒരിക്കലും 0 ആവില്ലല്ലോ.
ഇനി എക്സ് മൈനസ് 4 0 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 4, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 6. ദാ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ 4 or 6 എന്ന് ഇങ്ങനെയും കണ്ടുപിടിക്കാം. മൂന്നാമതായി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഫോർമുല ഉപയോഗിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ഇരിക്കുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഫോമിലായതുകൊണ്ട് ഇവിടെ നിന്നും എ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണെന്നും ബി -10 ആണെന്നും സി 24 ആണെന്നും കിട്ടും. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആവുന്ന എക്സിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഇതിൽ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാം. ബി സ്ക്വയർ -10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 24 ഈക്വൽ ടു -10ൻ്റെ സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു 24 96. 100ൽ നിന്ന് 96 മൈനസ് ചെയ്താൽ 4 എന്ന് കിട്ടും. ഇത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു മൈനസ് ബിയുടെ വാല്യൂ -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac 4 ബൈ 2a 2 ഇൻറ്റു a1. എക്സ് ഈക്വൽ ടു -10 ബിക്കം +10 ആവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് 4ൻ്റെ വാല്യൂ 2 ബൈ 2. ഇത് രണ്ടായിട്ട് എഴുതിയാൽ എക്സ് ഈക്വൽ ടു 10 പ്ലസ് 2 ബൈ 2 ഓർ എക്സ് ഈക്വൽ ടു 10 മൈനസ് 2 ബൈ 2. എക്സ് ഈക്വൽ ടു 12 ബൈ 2 6 എന്നും എക്സ് ഈക്വൽ ടു 10 മൈനസ് 2 8 ബൈ 2 4 എന്നും ഇതുപോലെയും കണ്ടുപിടിക്കാം. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 0 ആവുന്ന പോയിന്റുകൾ ആ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റിലാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഈ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഈ ഗ്രാഫിലേക്ക് സൂക്ഷിച്ച് നോക്കാം. അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റുകൾ 4ഉം അതുപോലെ 6ഉം ആണെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.